കാലാകാലങ്ങളായി ഒത്തൊരുമ കൊണ്ടും പരസ്പര സ്നേഹം കൊണ്ടും ആതിഥ്യമര്യാദകൾ കൊണ്ടും മതിയാകാത്ത ഒരു ജനവിഭാഗമാണ് കോഴിക്കോട്ടെ തെക്കേപ്പുറത്തുകാർ. ബന്ധപ്പെടുന്നവർക്ക് അത്തരം 100 കഥകൾ ഇവരെക്കുറിച്ച് പറയാനുണ്ടാകും. തെക്കേപ്പുറത്തുകാരുടെ സാമൂഹ്യ സേവന രംഗത്തെ മർഹൂം PT അബ്ദുൽ കരീം കരീംക പാവപ്പെട്ട വൃക്കരോഗികളുടെ ഒരു അത്താണിയായിരുന്നു. വൃക്കരോഗികൾക്കായി ഡയാലിസിസ് സെന്റർ തുടങ്ങുവാൻ കരീംക പരിശ്രമം ആരംഭിച്ചപ്പോൾ ഒരു മാന്യ വ്യക്തി തന്റെ വാടക കിട്ടിക്കൊണ്ടിരുന്ന കെട്ടിടം സൗജന്യമായി വിട്ടു നൽകുകയും തുടർന്ന് തെക്കേപ്പുറത്തെ മഹാമനസ്കരും കോഴിക്കോട് നഗരത്തിലെ കച്ചവടക്കാരായ ധാരാളം പേരും ആ യജ്ഞം ഏറ്റെടുക്കുകയും ചെയ്തു. 2015 ഫെബ്രുവരി 8 കോഴിക്കോട് ജില്ലയിലെ പ്രഗത്ഭരായ 3 ബിസിനസ്സുകാരായ ബഹുമാനപ്പെട്ട PK അഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട MP അഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട PC താഹിർ സാഹിബ് എന്നിവർ സംയുക്തമായി ഹാൽസിയോൺ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാഹ്, PT അബ്ദുൽ കരീം എന്ന വ്യക്തിയുടെ ദീർഘവീക്ഷണമാണ്, അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ഹാൽസിയോൺ ഡയാലിസിസ് സെന്റർ. ഉദ്ഘാടനം കഴിഞ്ഞ് അധികം താമസിയാതെ നാട്ടുകാരെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി കരീംക അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായി. കരീംകയുടെ അമലുകൾ സ്വീകരിച്ച് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഉദാരമതികളുടെ സഹായത്താൽ വളരെ നല്ല രീതിയിൽ ഹാൽസിയോൺ അതിൻ്റെ ധർമ്മം നിർവഹിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഹാൽസിയോണിനെ സ്നേഹിക്കുന്ന നല്ലവരായ നാട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ, പ്രവാസികൾ എല്ലാവരിലേക്കും സ്വന്തമായി ഒരു സ്ഥലം, ഡയാലിസിസ് സെന്റർ എന്ന സ്വപ്ന പദ്ധതി ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് വെച്ചു. ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഡയാലിസിസ് സെന്ററിനായി കുണ്ടുങ്ങൽ കാലിക്കറ്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം സ്ഥലം കണ്ടെത്തുകയും ഹാൽസിയോൺ ടവർ നിർമ്മിക്കുന്നതിനായി തറക്കല്ലിടൽ കർമ്മ പരിപാടി PT അബ്ദുൽ കരീം നഗറിൽ വെച്ച് നടന്നു. 2020 ജനുവരി 19 ഞായറാഴ്ച തറക്കല്ലിടൽ ഔപചാരികമായ കർമ്മം പേയ്സ് ഗ്രൂപ്പ് ചെയർമാൻ മർഹൂം ഡോക്ടർ PA ഇബ്രാഹിം ഹാജിയായിരുന്നു തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. അങ്ങനെ ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രദേശത്തെ നിർധനരായ വൃക്കരോഗികൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാന്ത്വനമായ ഈ ആശാകേന്ദ്രം സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കുക എന്ന ദൗത്യത്തിന് തുടക്കം കുറിച്ചു. 2023 ആഗസ്റ്റ് 27 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് PT അബ്ദുൽ കരീം മെമ്മോറിയൽ ഹാൽസിയോൺ ടവർ ആധുനിക സജ്ജീകരണങ്ങളോടെ സ്വന്തമായ ബിൽഡിംഗിലേക്ക് മാറുവാൻ ട്രസ്റ്റിന് കഴിഞ്ഞു. കാലിക്കറ്റ് ഗേൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ആസാദ് മൂപ്പൻ ഹാൽസിയോൺ ടവർ ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് തെക്കേപ്പുറത്തുകാരുടെ അഭിമാന മുഹൂർത്തമായിരുന്നു ആ ചടങ്ങ്. രോഗികൾക്ക് ഹാൽസിയോൺ എന്നാൽ വെറും ഡയാലിസിസ് സെന്റർ എന്നതിലുപരി സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരു കേന്ദ്രമാണിപ്പോൾ. ഓരോ 2 ദിവസങ്ങളിലും 6 ബാച്ചുകളിലായി 80 വീതം ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ 1ാമത്തെ നിലയിൽ ലഭ്യമാണ്. കൂടാതെ ഇനിയും ഒരു 80 പേരെ കൂടി ഉൾക്കൊള്ളുവാനുള്ള സൗകര്യങ്ങൾ 2ാമത്തെ നിലയിൽ സജ്ജമാണ്. മെഷീൻ ഇടേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ആ 2ാം നില സജ്ജമാക്കി വെച്ചു എന്ന് മാത്രം. ഇനിയും കൂടുതൽ രോഗികൾ ഉണ്ടാകാതെ റബ്ബ് നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. 3 വർഷത്തേക്കുള്ള ബിവോക് ഡയാലിസിസ് ടെക്നോളജി കോഴ്സ്, OP ക്ലിനിക്, കുറഞ്ഞ നിരക്കിൽ മെഡിക്കൽ ഷോപ്പ് എന്നിവയും ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാവി പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ ഈ 10ാം വാർഷിക സമയത്ത് ഹാൽസിയോണിന്റെ സ്വപ്നമായ വൃക്കരോഗികളില്ലാത്ത ലോകം എന്ന ആശയത്തിലൂന്നി അതിനൂതനമായ ഒരു മെഡിക്കൽ ലാബിന് തുടക്കം കുറിക്കുകയാണിന്ന്. മറ്റേതൊരു സ്വകാര്യ ഹോസ്പിറ്റലുകളുമായി കിടപിടിക്കാവുന്ന ജർമ്മൻ കമ്പനിയുടെ ആധുനിക മെഷീനുകൾ സജ്ജമാക്കിയ ലാബിൽ എല്ലാവിധ പരിശോധനകളും കുറഞ്ഞ നിരക്കിൽ ആളുകൾക്ക് പ്രാപ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. അതോടൊപ്പം ആഴ്ചയിലൊരിക്കൽ വിവിധ
റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കീഴിൽ കിഡ്നി നഷ്ടപ്പെടൽ അടക്കമുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനുള്ള ക്യാമ്പുകളും സ്ഥിരമായി നടത്തി ആളുകളെ കൂടുതൽ മാരക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നതും ഈ ലാബിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നു. കോഴിക്കോട്ടെ സാമൂഹ്യ സാംസ്കാരിക വാണിജ്യ മേഖലയിലെ അധികായരും തുടക്കം മുതൽ ഹാൽസിയോണിൻ്റെ സഹയാത്രികരുമായ ബഹുമാനപ്പെട്ട PK അഹമ്മദ്, ചെയർമാൻ PK ഗ്രൂപ്പ്, ബഹുമാനപ്പെട്ട MP അഹമ്മദ് സാഹിബ്, ചെയർമാൻ മലബാർ ഗ്രൂപ്പ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. ഹാൽസിയോൺ ഏതെങ്കിലും വ്യക്തിയുടെയോ ആളുകളുടെയോ വിജയമല്ല, നമ്മുടെ നാടിൻ്റെ ഒത്തൊരുമയുടെ, സ്നേഹത്തിൻ്റെ, പരസ്പര സഹായത്തിൻ്റെ വിജയമാണ്. അത് നമുക്കൊന്നായി ചേർന്ന് നിന്ന് നല്ല രീതിയിൽ ആഘോഷിക്കാം, സന്തോഷിക്കാം, പ്രാർത്ഥിക്കാം. ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനങ്ങൾക്ക് എന്നും ആശ്വാസത്തിൻ്റെ കേന്ദ്രമായിരിക്കും. പ്രാർത്ഥനയോടെ.